വിദർഭയുടെ ജയത്തിൽ നിർണായകമായ കരുൺ നായർ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ആരാധകർ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. വിചാരിച്ചിരുന്നു നമ്മൾ ഈ ഇന്നലത്തെ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ വിദർഭയുടെ കയ്യിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. അപ്പോൾ എപ്പോഴാണ് താങ്കൾ ഇത് നമുക്ക് ജയിക്കാൻ പോകുന്നുവെന്ന് ഉറപ്പിച്ചത്? നമ്മൾ ഫസ്റ്റ് സെഷൻ ഇന്ന് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഉറപ്പിച്ച് കഴിഞ്ഞായിരുന്നു. ബിക്കോസ് ഭയങ്കര പാടാണ് 5th ഡേ വിക്കറ്റിൽ വന്ന സ്കോർ ചെയ്യാൻ. സോ നമ്മുടെ പ്ലാൻ ആയിരുന്നു ഒരു സെഷനും കൂടെ കളിക്കണം, എത്ര റൺസ് ആവുന്നു അത്ര റൺസ് കൂടുതലാക്കണമെന്ന്. ഈ വാലറ്റക്കാരിങ്ങനെ നിന്ന് നമ്മൾ കേരളത്തെ വലക്കിയായിരുന്നു യഥാർത്ഥത്തിൽ ലാസ്റ്റ് വന്ന ബാറ്റ്സ്മാൻമാരൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു, നമ്മൾ ഫുൾ ബാറ്റ് ചെയ്യാന്നായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് സ്കോർ ചെയ്ത് കേരളത്തെ ബാറ്റിങ്ങിന് എന്തായിരുന്നു അപ്പോൾ? ഇല്ല, പ്ലാൻ എപ്പോഴും നമ്മൾ ഫുൾ ബാറ്റ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ലീഡ് കിട്ടിയായിരുന്നു. സോ എത്ര ആവുന്നു അത്രയും ബാറ്റ് ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. വേറെ ഒരു പ്ലാനും ഇല്ലായിരുന്നു നമ്മുടെ. ഈ ജയത്തിൽ എന്താണ് ക്രൂഷ്യലായിട്ട് മാറിയെന്നാണ് തോന്നുന്നത്? ക്രൂഷ്യലായിട്ട് ഐ തിങ്ക് എല്ലാവരും വേറെ സ്റ്റേജ് നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരാളെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫുൾ ടീമിൻ്റെ പെർഫോമൻസ് ആണ്. ഫുൾ ടീമെ ജയിപ്പിക്കാനൊക്കത്തുള്ളൂ ട്രോഫീനെ. സോ അത് ഫുൾ ടീമിന് ക്രെഡിറ്റ് പോകണം. ആസ് എ ടീം നമ്മൾ കളിച്ചിട്ടുണ്ട് ഫുൾ ടൂർണമെൻറ്റ്. ഇത് മാത്രമല്ല, രഞ്ജി ട്രോഫി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രോഫിയാണ്. വിജയ് സാരയിൽ നമ്മൾ ഫൈനലിലെത്തി ജയിക്കാൻ പറ്റില്ല. സോ റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിയലി ഗ്ലാഡ് ടു സീ നമ്മുടെ ടീം ഫുൾ ടീമായിട്ട് പെർഫോം ചെയ്യുന്നു. രഞ്ജി ട്രോഫി ഫൈനൽ കളിച്ചു, കപ്പടിക്കുന്നു, അതിനൊപ്പം തന്നെ സെഞ്ചുറിയും നേടുന്നു. വളരെ സ്പെഷ്യലാണ്. ഒരു ഡൊമസ്റ്റിക് കളിക്കുന്ന ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ്. താങ്കളൊരു ഇൻ്റർനാഷണൽ പ്ലെയർ കൂടിയാണ്. ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ്. അപ്പം ഈ ഒരു വിജയം അത് എത്രത്തോളം സ്പെഷ്യലാണ് താങ്കൾ? ഒത്തിരി മാത്രം സ്പെഷ്യലാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാൻ എല്ലാവർക്കും ചാൻസ് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ചാൻസ് കിട്ടിയതുകൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു പെർഫോം ചെയ്യാൻ. ആൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ടീം ജയിച്ചാൽ അതിനെക്കാട്ടിലും വലിയ ഹാപ്പിയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അടുത്ത ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് സീരീസിൽ താങ്കളുടെ പേര് പരിഗണിക്കുന്നതൊക്കെ കേട്ടു. അപ്പോൾ ഇന്നലെ 9 സെഞ്ചുറി അടിച്ച കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യൻ ടീമിലാണോ നമ്മൾ? അത് എനിക്ക് പറയാനൊക്കത്തില്ല. എൻ്റെ കാര്യം അത് പറയാനൊക്കത്തില്ല. എൻ്റെ കാര്യമാണ് സ്കോർ ആൻഡ് റൺസ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. കരുൺ നായരാണ് 24-മായി സംസാരിച്ചത്. വലിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമൊക്കെയാണ്. ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങി വരവ് കൂടി കരുൺ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഒരു കിരീടധാരണം, ഒപ്പം ഫൈനലിലെ സെഞ്ചുറിയും. വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം വിദർഭയിലെ സ്റ്റേഡിയത്തിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.